ഇന്ന് ചോറിനൊരു മീൻ കറി ഉണ്ടാക്കാം നമുക്ക്. നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ്. നെല്ലിക്കയും അതുപോലെ തന്നെ ഓർക്കാപ്പുളിയും വെച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇത് നെല്ലിക്ക നമ്മൾ കഴുകിയിട്ട് പുളിക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ. കൈയൊക്കെ കറുപ്പ് കളറ് വരുമല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. നഖത്തിനും ഒക്കെ കറുപ്പ് നിറം വരും. അതുകൊണ്ട് തന്നെ നമുക്ക് പൊട്ടിച്ചിട്ടൊക്കെ എടുക്കാം. കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി പെട്ടെന്ന് എടുക്കുക. ഞാൻ കയ്യിൻ്റെ ഒരു എന്താ പറയുക കളറ് പെട്ടെന്നൊന്നും മാറി കിട്ടില്ല. എൻ്റെ കൈ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാനതുകൊണ്ട് ഇങ്ങനെ പറയണത്. അപ്പോൾ ഓർക്കാപ്പുളി അതുപോലെ തന്നെ നല്ല പഴുക്കാത്ത ഓർക്കാപ്പുളി, നന്ന ചെറുതാണ് നല്ലത്. ഒക്കെ ചാടി തുടങ്ങിയിട്ടുണ്ട് വെയിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാ ചെറിയ മീനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ മീൻ, ചെറിയ ചെമ്മീൻ. അപ്പോൾ നമ്മൾ കറി വിളമ്പണ പാത്രത്തിന് ഞാനൊരു പാത്രം വെള്ളം എടുത്തിട്ടുണ്ട്. മണ്ണിൻ്റെ ഒരു ചട്ടിയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി പച്ചയായാലും കുഴപ്പമൊന്നുമില്ല, വറുത്തതായാലും കുഴപ്പമില്ല. പിന്നെ 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1.5 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള, ഒരു 4 വലിയ അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ഇഞ്ച് ഇഞ്ചി കഷ്ണവും ചതച്ചിട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ മല്ലിപ്പൊടി ഇടാതെയും ഈ ഒരു കറി നല്ല ടേസ്റ്റ് കേട്ടോ. മുളക് പൊടി മാത്രം ഇട്ടിട്ട്. അപ്പോൾ നെല്ലിക്കൊന്ന് പൊട്ടിച്ചിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളകും 2 ഓർക്കാപ്പുളിയും. ഓർക്കാപ്പുളി നമ്മൾക്ക് 4ആയിട്ട് കീറിയതിൻ്റെ ശേഷം നടു കട്ട് ചെയ്തതാണ് 8 കഷ്ണമാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 4 ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വെളുത്തുള്ളി കുറച്ച് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തതുകൊണ്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് നിറയെ ഉപ്പ് ഞാനിപ്പോൾ ഇതിൽ ഇട്ട് കൊടുത്തത്. ഇനി വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ മുറി തേങ്ങ ചിരവിയെടുക്കുക. ഇപ്പോൾ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അരപ്പിനായിട്ട് 1 ടീസ്പൂണ് വലിയ ജീരകം, ഒരു 5 ചുവന്നുള്ളി, ഇത് നമ്മളെ നെല്ലിക്കൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ അരപ്പിലേക്ക് നമ്മൾക്ക് ഈ നെല്ലിക്ക ഇരുന്നെടുത്ത് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ മീനും ഇട്ട് കൊടുക്കാം. തിളച്ചതിൻ്റെ ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇനി തേങ്ങയിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, തേങ്ങ നിരക്കെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഈ ജാറൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. വലിയ ജാറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലിട്ടിട്ടാണ് അരച്ചെടുത്തത്. ഫൈനായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നെല്ലിക്കൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കട്ടോ. ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു അളവാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള നമ്മുടെ മിക്സിൻ്റെ ജാറിൽ ഒരു ലേശം കൂടി വെള്ളമൊക്കെ ഒഴിച്ച് വന്നാൽ നമുക്ക് ഒന്ന് കുലുക്കി ഒഴിച്ച് കൊടുക്കാം. ബാക്കിയുള്ള എന്താ പറയുക അരപ്പും കൂടി. പിന്നെ എണ്ണ തെളിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് വറ്റിച്ച് ഒക്കെ എടുക്കട്ടോ. ഇവിടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടം ഈ ഒരു കറിയാണ്. ഇങ്ങനെ തിളച്ച് വന്നാൽ ഓഫാക്കും. അപ്പോൾ മീനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടാവും. എന്താ പറയുക, എണ്ണ തെളിയാനൊന്നും നിൽക്കലില്ല. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. മീനൊക്കെ വെന്തിട്ടുണ്ട്. അധികം നേരമൊന്നും വറ്റിച്ചെടുക്കലില്ല, മീനിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട്. പിന്നെ ഇതാ മീനിത് ചെറിയ മീനല്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റൗവൊക്കെ ഓഫാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ ഈ ഓഫാക്കുന്ന ടൈമിൽ ഒരു ചെറിയ തക്കാളിയും 2 പച്ചമുളകും മുറിച്ചിട്ടിട്ട് കൊടുക്കാം. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ. എന്താ പറയുക, സ്റ്റൗ ഓഫാക്കി കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റായിട്ടുള്ള നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കാത്തവരൊക്കെ. വെളിച്ചെണ്ണയൊക്കെ വെച്ച് പാനൊക്കെ വെച്ചിട്ടുണ്ട്. പാകമായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ വലിയ ജീരകമൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താ പറയുക, തേങ്ങ അരച്ച നേരം കൂട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറി റെഡിയായി. എല്ലാവരും ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഇത്രയും കറക്റ്റായിട്ട് അളവ് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ.
അപ്പോൾ ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ലേശം കൂടി ഞാനൊരു 1/2 ടീസ്പൂൺ കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഓർക്കാപ്പുളി, നെല്ലിക്ക ഒക്കെ നല്ല പുളിയുള്ള സംഗതികളാണ്. അപ്പോൾ തക്കാളിയൊക്കെ ഇടുമ്പോൾ നല്ല വല്ലാതെ പുളിയില്ലാത്ത തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓർക്കാപ്പുളി ഇടുമ്പോൾ തന്നെ കൂടുതലാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ കളർ ഇങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് നമ്മളെ സ്റ്റൗവ് എന്താ പറയുക, ഒരു ലൈറ്റിംഗ് ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബായ്.